രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ 26 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി വിദ്യാലയത്തിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു. തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഗൈറ്റിന്റെയൊക്കെ ഉദ്ഘാടനത്തിന് ഉണ്ണിയേട്ടൻ മെമ്പറായിരുന്ന സമയത്ത് ഈ വിദ്യാലയത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മാറാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഉദ്ഘാടനങ്ങൾ പ്രിയപ്പെട്ട MLA ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അന്നത്തെ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ ഉള്ള വലിയൊരു പ്രോഗ്രാമിലായിരുന്നു തിരുവാലിയിലേക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അന്നത്തെ മെമ്പർ വെച്ച ഫണ്ടിന്റെ ഉദ്ഘാടനമാണ് ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു. ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചു, ഭരണസമിതിയുടെ കാലാവധി കഴിയുകയാണ്. ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു 2 മാസം മാത്രമേ ഉള്ളൂ. നവംബറിൽ പുതിയ ഭരണസമിതി വരും. നവംബറിലല്ല, ഡിസംബറിൽ പുതിയ ഭരണസമിതി വരും. നവംബറിൽ തെരഞ്ഞെടുപ്പ്, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഞാൻ പ്രിൻസിപ്പളോടും ചെമ്മിനോടും ഒക്കെ പറഞ്ഞത്, അന്ന് വരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പറൊക്കെ നിങ്ങൾ ചായക്കെ കൊടുത്ത് സൽക്കരിച്ച് ഈ വിദ്യാലയത്തിലേക്ക് ക്ഷണിച്ച് ഈ വിദ്യാലയത്തിന്റെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കണം. ഞാനിപ്പോ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാലയങ്ങളും പറയാറുള്ളത് അതാണ്. കാരണം പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചു, ഇത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാലയമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. പിന്നെ MLA ഫണ്ട് വരുന്നുണ്ട്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഫണ്ട് വരുന്നുണ്ട്. അതിമനോഹരമായ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാലയത്തിൽ ജില്ലാ പഞ്ചായത്ത് വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 10 ലക്ഷം രൂപ ചിലവിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസ് റൂം, 10 ലക്ഷം രൂപ വകയിരുത്തി കെമിസ്ട്രി ലാബ്, 6 ലക്ഷം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച ഹൈസ്കൂൾ വിഭാഗം, മുറ്റം കട്ടപതിക്കൽ എന്നിവയുടെ ഉദ്ഘാടനങ്ങളാണ് വിദ്യാലയത്തിൽ നടന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം NM രാജൻ അധ്യക്ഷത വഹിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, വൈസ് പ്രസിഡന്റ് മനീൽ സജ്ന, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ P അഖിലേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാനി, PTA പ്രസിഡന്റ് സുമാ താരിയൻ, SMC ചെയർമാൻ സെയ്ദ് അലി, പ്രിൻസിപ്പൽ ഇൻചാർജ് P റീജ, വൈസ് പ്രിൻസിപ്പൽ MC സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.